ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായ എരിശ്ശേരി, പപ്പായ ചെറുപയർ എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 3/4 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് കുതിർത്ത് വെച്ച ചെറുപയറാണ്. കുതിർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്, ചെറിയ സൈസിലുള്ള ഒരു പപ്പായ മുഴുവനായും എടുത്തിട്ടുണ്ട്. ചെറുതൊക്കെ ആയതുകൊണ്ട് മുഴുവനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ഇതൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ ഒരു സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി 5 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ കാന്താരിയാണ് കേട്ടോ ചേർക്കുന്നത്. 5-6 കാന്താരി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. കുക്കർ ഇവിടെ 2 വിസിലൊക്കെ വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ദേ ഇവിടെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പപ്പായും ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം കുറച്ച് മാത്രം ചേർത്തിട്ട് നല്ല കട്ടിയിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കറി ഇരിക്കും തോറും, അതായത് ചൂടാറി വരുന്തോറും കുറുകി വരും. അതുകൊണ്ട് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയൊന്നും വേണ്ട, തേങ്ങ ചേർത്തതിന് ശേഷം ഈ കറി ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. ഇതിവിടെ ഒന്ന് ചെറുതായിട്ട് തിളച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്ര മാത്രം മതിയാവും. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 4 ചുവന്നുള്ളി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ വറുത്തത് ചേർക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലെങ്കിൽ 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കുമ്പോൾ ടേസ്റ്റും നന്നായിട്ട് അങ്ങ് കൂടും, അത്ര തന്നെ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. തേങ്ങ ഇവിടെ നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം. അപ്പോൾ നമുക്കിത് വേഗം തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ ചെറുപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, അത്രയും ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. പപ്പായ വെച്ചിട്ട് വേറെയും കുറച്ച് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്